ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് IT-യിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഓക്കെ, PSC ചോദ്യങ്ങൾ ഉൾപ്പെടെ SCERT ബുക്കും ഉൾപ്പെടെയുള്ള ഡാറ്റാസ് ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ഒരു സെഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ LDC പരീക്ഷയിൽ 3 മാർക്കിനാണ് IT. ഓക്കെ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഈ ടോപ്പിക്കുകൾ തന്നിരിക്കുന്ന സിലബസിലെ ആ ടോപ്പിക്കുകളൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് സുഖമായിട്ട് നേടാവുന്ന ഈ 3 മാർക്ക് ഒരിക്കലും വിട്ടുകളയരുത്. നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അതായത് LAN, WAN, MAN, PAN തുടങ്ങിയ നെറ്റ്വർക്കുകളും അതുപോലെ ഈ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്ന ഡിവൈസസ്, ഹബ്ബ്, സ്വിച്ച്, റിപ്പീറ്റർ, ഗേറ്റ്വേ, ബ്രിഡ്ജ്, റൂട്ടർ, മോഡം തുടങ്ങിയ ഡിവൈസസും. ഇപ്പോൾ ഹബ്ബ്, സ്വിച്ച്, അതുപോലെ ഗേറ്റ്വേ, ബ്രിഡ്ജ്, റൂട്ടർ, മോഡം ഈ ഉപകരണങ്ങളെല്ലാം എന്തിനുപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, അല്പം കോഡിലൂടെ അല്പം ട്രിക്സ് എല്ലാം ഉപയോഗിച്ച് കണക്ഷൻ നൽകിയാണ് നമ്മൾ. എന്നാൽ എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിവൈസ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനം ആണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു നെറ്റ്വർക്ക് വ്യാപിച്ച് കിടക്കുന്ന ഏരിയയുടെ അടിസ്ഥാനത്തിൽ 3 ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞ പോലെ LAN, WAN, MAN. ഓക്കെ, ആദ്യത്തെ നോക്കാം. LAN എന്ന് പറയുമ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, നമ്മുടെ 10th സ്റ്റാൻഡേർഡിലെ SCERT ബുക്ക് അനുസരിച്ച് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു കെട്ടിടത്തിനുള്ളിലെയോ ഒരു മുറിക്കുള്ളിലെയോ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് LAN. നിങ്ങളുടെ സ്കൂൾ ലാബിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇതിന് ഉദാഹരണമാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അതായത് കെട്ടിടങ്ങളോ ഓഫീസുകളോ ഒക്കെ പോലെയുള്ള ചെറിയ മേഖലയിൽ മാത്രമായി വ്യാപിച്ച് കിടക്കുന്ന നെറ്റ്വർക്കാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, LAN എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്, സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ്, നമ്മുടെ വീട്ടിൽ കൂടുതൽ കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ എന്താണ്, ഒരു അക്ഷയ സെൻറ്റർ, ഒരു ഓഫീസ്, എല്ലാം LAN-ന് ഉദാഹരണങ്ങളാണ്. അടുത്ത് നോക്കൂ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അഥവാ MAN. ഒരു നഗരത്തിലെയോ, ഇപ്പോൾ മെട്രോപൊളിറ്റൻ എന്ന് പറയുമ്പോൾ തന്നെ നഗരം അല്ലേ, മെട്രോപൊളിറ്റൻ നഗരം, ഒരു നഗരത്തിലെയോ കുറച്ച് വലിയ മേഖലകളിലെയോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് MAN. ഓക്കെ അല്ലേ. എന്താണ്, കേബിൾ TV നെറ്റ്വർക്ക്. ഒരു കേബിൾ TV നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇതിന് ഉദാഹരണമാണ്, മെട്രോപൊളിറ്റൻ നഗരത്തിൽ അല്ലേ. ഓക്കെ, അടുത്ത് നോക്കൂ, WAN എന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതിവിശാലമായ മേഖലകളിൽ വ്യാപിച്ച് കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് WAN എന്ന് പറയുന്നത്. SCERT ബുക്ക് അനുസരിച്ച് റെയിൽവേ, ബാങ്കുകൾ തുടങ്ങിയവയുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇവയിൽ മിക്കതും രാജ്യം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നവയാണ്. ഇത്തരത്തിൽ വിശാലമായ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളാണ് WAN എന്ന് പറയുന്നത്. ഇവിടെ രാജ്യത്തിന് ഉള്ളിൽ എന്നല്ല, രാജ്യത്തിനകത്താവാം പുറത്താവാം, വേൾഡ് മൊത്തം വികസിച്ച് കിടക്കുന്ന ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. മനസ്സിലായല്ലോ. അതിവിശാലമായ മേഖലകളിൽ വ്യാപിച്ച് കിടക്കുന്നു അല്ലേ. വിവിധ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനും ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ വേഗത്തിലും കൃത്യതയോടും വിവരങ്ങൾ കൈമാറുന്ന നെറ്റ്വർക്കാണ് എന്താണ്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, WAN എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ. ഏറ്റവും ചെറുത് LAN, ലോക്കൽ ഏരിയ, ദെൻ MAN, മെട്രോപൊളിറ്റൻ നഗരങ്ങൾ അല്ലേ, ദെൻ WAN എന്ന് പറയുന്നത് വേൾഡ്, WAN വേൾഡ് എന്ന് ഓർക്കുക അല്ലേ. വൈഡ് ഏരിയ നെറ്റ്വർക്ക് അതായത് വലിയ അതിവിശാലമായ മേഖല എന്ന് ഓർക്കുക. ദെൻ ഒന്നുകൂടി പഠിക്കുക, എന്താണ്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, PAN അല്ലെ. പേരിൽ പോലെ തന്നെ പേഴ്സണൽ, വ്യക്തികളുടെ കൈവശമുള്ള ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് ആശയവിനിമയം സാധ്യമാക്കുന്ന നെറ്റ്വർക്കാണ് PAN എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു മൊബൈലും നമ്മുടെ ഇയർഫോണും ബ്ലൂടൂത്ത് വെച്ച് അല്ലെങ്കിൽ വൈഫൈ വെച്ചൊക്കെ കണക്ട് ചെയ്യുമ്പോൾ എന്താണ്, അതൊരു PAN, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ് എന്ന് പറയാം. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിനൊപ്പം തന്നെ WPAN, എന്താണ്, വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. പേരിൽ തന്നെ ഉണ്ടല്ലോ, വയർലെസ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഓക്കെ അല്ലേ. ഇവിടെ ജസ്റ്റ് വയർലെസ് ഫിഡിലിറ്റി വൈഫൈയുടെ ഷോർട്ടാണ് അല്ലേ, വയർലെസ് ഫിഡിലിറ്റി. അപ്പോൾ LAN, WAN, MAN, PAN എല്ലാം പഠിച്ചല്ലോ. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഏതാണ്? ഉത്തരം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അടുത്ത സെഷനിലേക്ക് പോകാം. നെറ്റ്വർക്കിങ്ങിലെ ഉപയോഗിക്കുന്ന ചില ഡിവൈസസ് നോക്കാം. ഓക്കെ, 7 ഡിവൈസസ്, മൊത്തം NIC കൂടി 8 ഡിവൈസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ എന്താണെന്ന് നോക്കാം. ഫസ്റ്റത്തെ എന്താണ്, ഹബ്ബ് എന്ന് പറയുമ്പോൾ ഒരു നെറ്റ്വർക്കിൽ എല്ലാ കമ്പ്യൂട്ടറുകളും നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഉപകരണമാണ്. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവര കൈമാറ്റം നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണമാണ് ഹബ്ബ്. ഓക്കെ, ഇവിടെ ഒരു പിക്ചർ കൊടുത്ത് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പിക്ചർ എന്താണ്, ഹബ്ബ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഒരു ചക്രത്തിന് നടുവിലുള്ള ആ സാധനമാണല്ലോ ഹബ്ബ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഒരു ബസ് ഹബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ ബസ്സുകളും എത്തുന്ന ഒരു സ്റ്റാൻഡ് പോലെയുള്ളതാണല്ലോ ഹബ്ബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് ഒരു അക്ഷയ സെൻറ്ററിനകത്ത് കുറേ കമ്പ്യൂട്ടറുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ 1, 2,
3, 4 കമ്പ്യൂട്ടർ ഉണ്ടെന്ന് കരുതുക. 4 കമ്പ്യൂട്ടറുകളെയും തമ്മിൽ ഈ ഹബ്ബിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. 4 കമ്പ്യൂട്ടറുകളെയും ഈ ഹബ്ബിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒന്നാമത്തെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഡാറ്റ സെൻഡ് ചെയ്ത് 2ലേക്കും 3ലേക്കും 4ലേക്കും ഈ ഡാറ്റ എത്തിക്കുന്നു. അതിനുപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ 5ാമത്തെ ഒരു ഉപകരണം കൊണ്ടുവച്ചു, അതിലേക്കും ഈ ഹബ്ബ് കണക്ട് ചെയ്യുന്നു. അപ്പോൾ 2ൽ നിന്ന് അയക്കുന്ന ഡാറ്റ ഈ 1ലും 3ലും 4ലും 5ലേക്കും എത്തുന്നു അല്ലേ. അപ്പോൾ അതിനുപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ പഠിച്ചു വയ്ക്കേണ്ട ഒരു സംഭവമാണ് സ്വിച്ച്. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ആവശ്യമുള്ള കമ്പ്യൂട്ടറുകളിലേക്ക് മാത്രം ഡാറ്റ കൈമാറ്റം നടത്തുകയും ചെയ്യുന്ന ഉപകരണം. അപ്പോൾ ഇത് തന്നെയല്ലേ ഹബ്ബും ചെയ്യുന്നത്? അല്ല, ഹബ്ബും സ്വിച്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കൂ. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവര കൈമാറ്റം നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണങ്ങളാണ് ഹബ്ബും സ്വിച്ചും. എന്നാൽ ഇവ ഒരേ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങളുടെ പകർപ്പുകൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുന്നു. എല്ലാ കമ്പ്യൂട്ടറിലേക്കും ഹബ്ബിൽ കൈമാറുന്നുണ്ട് അല്ലേ. എന്നാൽ സ്വിച്ചിലാകട്ടെ എന്താണ്, ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് അതിലേക്ക് മാത്രമേ നിർദ്ദേശം അയക്കുന്നുള്ളൂ. മനസ്സിലായോ? ഇവിടെ ഒരു അക്ഷയ സെൻറ്റർ നമുക്ക് വീണ്ടും എടുക്കാം. അക്ഷയ സെൻറ്ററിൽ ഒരു 6 കമ്പ്യൂട്ടറുകളുണ്ട്. 6 കമ്പ്യൂട്ടറുകൾ ഉണ്ട്. ഓക്കെ, ഇവിടെ ഹബ്ബാണെങ്കിൽ ഒന്നാമത്തെ കമ്പ്യൂട്ടറിൽ നിന്നും ഡാറ്റ അയച്ചാൽ ബാക്കിയുള്ള 5 കമ്പ്യൂട്ടറിലേക്കും ഡാറ്റ എത്തുമല്ലോ. എന്നാൽ സ്വിച്ചിലാകട്ടെ 3ാമത്തെ കമ്പ്യൂട്ടറിലേക്കാണ് ഡാറ്റ അയക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ 1ാമത്തെ കമ്പ്യൂട്ടറിൽ നിന്നും ഡാറ്റ അയക്കുമ്പോൾ സ്വിച്ച് വഴി 3ാമത്തെ കമ്പ്യൂട്ടറിലേക്ക് മാത്രമാണ് ഡാറ്റ പോകുന്നത്. ബാക്കിയുള്ള 4 കമ്പ്യൂട്ടറുകളിലേക്കും ഡാറ്റ പോകുന്നില്ല. ഓക്കെ അല്ലേ. അപ്പോൾ അതാണ് ഹബ്ബും സ്വിച്ചും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ വീട്ടിലുള്ള സ്വിച്ച് അല്ലേ, സ്വിച്ച് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ഹാളിലുള്ള ഒരു ലൈറ്റ് കത്തിക്കണമെങ്കിൽ അതിൻ്റേതായ ഒരു സ്വിച്ച് ഇടണം അല്ലേ. അപ്പോൾ ആ സ്വിച്ച് ഇടുമ്പോൾ അതിൻ്റേതായ ഒരു ലൈറ്റ് മാത്രമാണ് പ്രകാശിക്കുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ സ്വിച്ച് യൂസ് ചെയ്യുമ്പോൾ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ ഈ ഡാറ്റ ചെല്ലേണ്ടത് ആ ഒരു കമ്പ്യൂട്ടറിലേക്ക് മാത്രമാണ് ഡാറ്റ ചെല്ലുന്നത്. അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാലോ. ഓക്കെ അല്ലേ. അടുത്ത് നോക്കൂ. അടുത്തത് റിപ്പീറ്റർ എന്ന് പറയുന്നത് നെറ്റ്വർക്കിലെ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്ത് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഉപകരണമാണ്. വിനിമയ മാധ്യമത്തിലൂടെ വരുന്ന ശക്തി കുറഞ്ഞ വൈദ്യുതകാന്തിക പ്രകാശ തരംഗങ്ങളെ ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. ഓക്കെ, റിപ്പീറ്റർ എന്ന് പറയുന്നത് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു കമ്പ്യൂട്ടറിൽ നിന്നും അയക്കുന്ന സിഗ്നൽ ചിലപ്പോൾ റിസീവർക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ ശക്തി കുറഞ്ഞിട്ടുണ്ടാവും. ആ ശക്തി കുറഞ്ഞ ഈ ഒരു ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലിനെ ശക്തി കൂട്ടി, അതായത് അയച്ച അതേ രീതിയിലേക്ക് തന്നെ ആംപ്ലിഫൈ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് റിപ്പീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അതായത് ശക്തി കുറഞ്ഞൊരു ഡാറ്റ നമുക്ക് എത്തുന്നു, അത് റിപ്പീറ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ശക്തി കൂട്ടി അത് യഥാർത്ഥ രൂപത്തിലേക്ക് മാറ്റുന്നു എന്നോർക്ക്. അതായത് ആംപ്ലിഫൈ ചെയ്യുന്നു. നമ്മുടെ മൈക്കിലൊക്കെ യൂസ് ചെയ്യുന്ന വോയിസ് കുറഞ്ഞ് നമ്മൾ പറയുന്ന ശബ്ദത്തെ ആംപ്ലിഫൈ ചെയ്ത് ഉച്ചഭാഷണിയിലൂടെ വലിയ ശബ്ദമായി പുറത്തു വിടുന്നുണ്ടല്ലോ. അതായത് ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ശക്തി കുറഞ്ഞ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് ശക്തി കൂടിയ സിഗ്നലാക്കി മാറ്റുന്ന ഉപകരണമാണ് റിപ്പീറ്റർ. ഓക്കെ അല്ലേ. എന്താണ് റിപ്പീറ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ശക്തി കൂട്ടുന്നു എന്ന് ഓർക്കുക. ഓക്കെ ആണല്ലോ അല്ലേ. അടുത്ത് നോക്കാം. അടുത്തത് ഗേറ്റ് വേ എന്ന് പറയുമ്പോൾ എന്താണ്, വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗേറ്റ് വേ. ഓക്കെ, വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകളെ ഉപയോഗിക്കുന്ന അല്ലേ. ഒരു ശൃംഖലയിൽ നിന്ന് മറ്റൊരു ശൃംഖലയിലേക്കുള്ള പ്രവേശന കവാടമായിട്ടാണ് ഗേറ്റ് വേ പ്രവർത്തിക്കുന്നത്. വിവിധ തരത്തിലുള്ള പ്രോട്ടോക്കോളുകളിൽ പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കുകളെ ഇത് ബന്ധിപ്പിക്കുന്നു. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ. ഇപ്പോൾ ഇവിടെ ലോക്കൽ നെറ്റ്വർക്ക് 1, 2, 3 നൽകിയിട്ടുണ്ട്. ഈ നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഓക്കെ, നെറ്റ്വർക്കുകളെയാണ് പരസ്പരം ബന്ധിക്കുന്നത്. എന്താണ് നെറ്റിൻ്റെ ഗേറ്റ് എന്ന് ഓർക്കാലോ അല്ലേ. നമ്മൾ ഈ ഗേറ്റൊക്കെ അടിക്കുമ്പോൾ ഗേറ്റ് ഉണ്ടാവും. നമ്മൾ ഈ വീടിൻ്റെ ഗേറ്റൊക്കെ എന്താണ് നെറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ നെറ്റ്വർക്കുകളെ പരസ്പരം ബന്ധിപ്പിക്കുകയാണ് ഗേറ്റ് വേ ഉപയോഗിക്കുന്നത് എന്ന് ഓർക്കുക. ഓക്കെ, ഗേറ്റ് വേ പോലെ തന്നെ ബ്രിഡ്ജ് എന്താണ്, ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിൽ പല വിഭാഗങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ്. ഒരു ലാനിൻ്റെ 2 സെഗ്മെൻറ്റിനെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ 2 ലാനുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ ഈ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു റിപ്പീറ്റർ കൂടിയാണ് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ബ്രിഡ്ജിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. എന്താണ് ഇവിടെ ഹബ്ബുകളെ തമ്മിലാണ് അല്ലേ കണക്ട് ചെയ്യുന്നത്. ഹബ്ബുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഹബ്ബ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളെയും കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഉപകരണമാണല്ലോ ഹബ്ബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹബ്ബുകളെ തമ്മിൽ അല്ലെങ്കിൽ പല ലാനുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ്. ഇപ്പോൾ ഒരു ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ എന്താണ്,
ഒരു ബ്രിഡ്ജ് എന്തിനാണ്? രണ്ട് കരകൾ, അതിനിടയ്ക്ക് ഒരു പുഴ അല്ലേ, രണ്ട് കരകൾക്കിടയിൽ ഒരു പുഴ ഉണ്ടെങ്കിൽ അതിൽ നമ്മളൊരു ബ്രിഡ്ജ്, പാലം പണിയുമല്ലോ. അതായത് രണ്ട് ലാൻഡിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രിഡ്ജ് അല്ലേ. ലാൻഡിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഇവിടെ ഈ ഡി വെട്ടിക്കഴിഞ്ഞാൽ ലാൻ അല്ലേ, ലാനുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഒരു ലാനിൻ്റെ രണ്ട് സെഗ്മെൻറ്റിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ രണ്ട് ലാനുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഏതാണ്? ബ്രിഡ്ജാണ് എന്ന് ഓർക്കാലോ. അപ്പോൾ ബ്രിഡ്ജ് മറക്കില്ലല്ലോ. ഓക്കെ അല്ലേ? രണ്ട് നെറ്റ്വർക്കുകളെ അല്ലെങ്കിൽ രണ്ട് ഹബിനെ, രണ്ട് ലാനുകളെ കണക്ട് ചെയ്യുന്നതാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം. റൂട്ടർ എന്താണ്? ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. ഓക്കെ അല്ലേ? IP അഡ്രസ്സ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ IP അഡ്രസ്സ്, ഈ റൂട്ടർ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട് റൂട്ട് അല്ലേ. പല റൂട്ടുകൾ, പല നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു അല്ലേ. ഒരു IP അഡ്രസ്സ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിച്ചിരിക്കുന്നു. അതായത് നമ്മുടെ ഒരു പോസ്റ്റ്മാനൊക്കെ ചെയ്യുന്ന പരിപാടി. പോസ്റ്റ്മാൻ എന്താ ചെയ്യുന്നത്? നമ്മുടെ അഡ്രസ്സ് കണ്ടെത്തിയിട്ട് നമ്മുടെ വീട്ടിലേക്കുള്ള റൂട്ട് കണ്ടെത്തി ഡാറ്റ നമുക്കായി കൊടുന്നു തരുന്നു അല്ലേ. അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് ഈ റൂട്ടർ എന്ന് പറയുന്നത്. നമ്മുടെ അഡ്രസ്സിന് പകരം IP അഡ്രസ്സ് അടിസ്ഥാനപ്പെടുത്തി പല നെറ്റ്വർക്ക്, അതായത് നമ്മുടെ കത്തുകൾ, പല നെറ്റ്വർക്കുകളെയും നമ്മുടെ വീട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. ഓക്കെ, നെറ്റ്വർക്കുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്താണ്? IP അഡ്രസ്സിനെ അടിസ്ഥാനമാക്കി കൂടുതൽ നെറ്റ്വർക്കുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് റൂട്ടർ എന്ന് ഓർത്ത് വയ്ക്കുക. ഇവിടെ നോക്കൂ, റൂട്ടർ കാണാലോ, രണ്ട് കൊമ്പുള്ള, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും. വൈഫൈ ഉള്ള വീടുകളിലോ ഓഫീസുകളിലോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. രണ്ട് കൊമ്പ് അല്ലെങ്കിൽ 4 കൊമ്പ് വെച്ച ഒരു സാധനത്തെ, ഇതാണ് റൂട്ടർ എന്ന് പറയുന്നത്. ഈ റൂട്ടർ എന്താണ്? രണ്ട് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഓർമ്മയുണ്ടല്ലോ, സ്വിച്ച് ഇടുമ്പോൾ ആ ബൾബ് കത്തുന്നു അല്ലേ. അതായത് ഏത് കമ്പ്യൂട്ടറിലേക്കാണോ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രം ഡാറ്റ സെൻഡ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് സ്വിച്ച്. ഓക്കെ, അതെന്താണ്? ഹബ്ബിലേക്ക് കണക്ട് ചെയ്തിരുന്നു. ഹബ്ബ് എന്ന് പറയുമ്പോൾ ഒരു നെറ്റ്വർക്കിലെ പല കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്തിരിക്കുന്നു അല്ലേ. പിന്നെ എന്താണ്? ഇവിടെ ബ്രിഡ്ജ് കാണാലോ. ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ എന്താണ്? പല ലാൻഡുകളെ, ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ലാൻഡുകളെ കണക്ട് ചെയ്യുന്നു അല്ലേ, ലാനുകളെ കണക്ട് ചെയ്യുന്നു. ഒരു ഹബ്ബിലുള്ള പല ലാനുകളെ കണക്ട് ചെയ്യുന്ന ഉപകരണമാണ് ബ്രിഡ്ജ് എന്നോർക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത് നോക്കൂ, റൂട്ടറിൻ്റെ കൂടെ ഒരു സാധനം കണ്ടിട്ടുണ്ടല്ലോ, മോഡം എന്താണ്? മോഡം എന്ന് പറയുന്നത് SCERT ബുക്ക് അനുസരിച്ച് കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതും സൂക്ഷിക്കുന്നതും ഡിജിറ്റൽ രൂപത്തിലാണ്. ഈ ഡിജിറ്റൽ സിഗ്നലുകൾ ടെലിഫോൺ ലൈനിലൂടെ കടന്നു പോകുമ്പോൾ ഇവയ്ക്ക് ശോഷണം സംഭവിക്കുന്നു. അതിനാൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കി മാറ്റിയാണ് ടെലിഫോൺ ലൈനിലൂടെ കടത്തിവിടുന്നത്. ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചും മാറ്റാൻ കഴിയുന്ന ഉപകരണമാണ് മോഡം. മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ എന്നതിൻ്റെ ചുരുക്കമാണ് മോഡം. ടെലിഫോൺ ശൃംഖലയുടെയോ മറ്റ് കേബിൾ ശൃംഖലയുടെയോ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്നതിന് ഇത് സഹായിക്കുന്നു. ഓക്കെ ആണോ? മനസ്സിലായോ? അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു ഡാറ്റ എന്ന് പറയുന്നത് സൂക്ഷിച്ചിരിക്കുന്നത് ഡിജിറ്റൽ രൂപത്തിലായിരിക്കും. ഡിജിറ്റൽ രൂപത്തിലുള്ള ഒരു ഡാറ്റയെ ഒരു നെറ്റ്വർക്കിലേക്ക്, അതായത് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ അത് അവിടെ എത്തുമ്പോഴേക്കും എന്താണ്? ഈ ഒരു സിഗ്നലിന് ശോഷണം, അതായത് അതിൻ്റെ ശക്തി കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കി മാറ്റും. മോഡം ചെയ്യുന്നത് ഈ ഒരു കമ്പ്യൂട്ടറിലുള്ള ഡിജിറ്റൽ ഫയലിനെ, ഡിജിറ്റൽ ഡാറ്റയെ, ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കി മാറ്റിയിട്ടാണ് നെറ്റ്വർക്കിലേക്ക് കൊടുക്കുന്നത്. എന്നാൽ നമുക്ക് വായിക്കണമെങ്കിൽ, നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കണമെങ്കിൽ അതെന്താണ്? ഡിജിറ്റൽ ഫോമിലായിരിക്കണമല്ലോ. അപ്പോൾ ഈ നെറ്റ്വർക്കിലൂടെ ചെല്ലുന്ന അനലോഗ് ഡാറ്റയെ റിസീവർക്ക് കിട്ടുമ്പോഴും എന്തായിരിക്കണം? ഡിജിറ്റൽ ഡാറ്റയായിരിക്കണം. എന്നാലേ അവിടെ അത് ഉപകരിക്കും. അപ്പോൾ ഇങ്ങോട്ടെത്തുന്ന ഈ ഒരു അനലോഗ് ഡാറ്റയെ വീണ്ടും ഡീമോഡുലേറ്റ് ചെയ്ത് വീണ്ടും ഡിജിറ്റൽ ഡാറ്റയാക്കി മാറ്റുന്നത് ആരാണ്? ഈ മോഡം തന്നെയാണ്. ഓക്കെ, ഡിജിറ്റൽ ഡാറ്റയെ അനലോഗാക്കുന്നതും അനലോഗിനെ ഡിജിറ്റൽ സിഗ്നലാക്കുന്നതും ഈ മോഡം തന്നെയാണ് എന്നോർക്കുക. മോഡുലേറ്റർ ആൻഡ് ഡീമോഡുലേറ്റർ എന്നതിൻ്റെ ചുരുക്കമാണ് മോഡം എന്ന് പറയുന്നത്. ഓക്കെ, ബ്രോഡ്ബാൻഡ് കണക്ഷനുള്ള വീടുകളിൽ അല്ലെങ്കിൽ ഓഫീസുകളിലൊക്കെ നോക്കിയാൽ മതി. ഇതുപോലൊരു റൂട്ടറും മോഡവും നമുക്ക് കാണാം അല്ലേ. എന്താണ് ഇവിടെ ഡിവൈസിൽ സൂക്ഷിച്ചിരിക്കുന്നത്? എന്താണ്? ഡിജിറ്റൽ ഡാറ്റയാണ്. അതിനെ റൂട്ടർ എന്താണ്? നെറ്റ്വർക്കിനെ വലിക്കുന്നതാണ് അല്ലേ. അപ്പോൾ റൂട്ടർ ഉപയോഗിച്ച് മോഡത്തിലേക്ക് കൊടുത്ത് മോഡം അതെന്താണ് ചെയ്യുന്നത്? അത് അനലോഗ് ഡാറ്റയാക്കി ഇൻ്റർനെറ്റിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഈ ഇൻ്റർനെറ്റിലെ അടുത്ത കമ്പ്യൂട്ടറിലേക്ക്, അടുത്ത മോഡത്തിലേക്ക് ഈ ഡാറ്റ കൊടുത്ത് അതിനെ വീണ്ടും ഡിജിറ്റലാക്കി റൂട്ടർ വഴി അടുത്ത ഡിവൈസിലേക്ക് എത്തുമ്പോഴാണ് ഈ ഒരു ഡാറ്റ ട്രാൻസ്മിറ്റ് ആവുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ 7 ഡിവൈസുകൾ പഠിച്ചു. അവസാനത്തെ ഒരു ഡിവൈസ് കൂടി നോക്കുക, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്.
NIC. ഒരു കമ്പ്യൂട്ടറിനെ ഒരു നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് ഓർത്തു വയ്ക്കുക. ഒരു കമ്പ്യൂട്ടറിനെ ഒരു നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് അഥവാ NIC. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം നമുക്കിവിടെ റൂട്ടർ, സ്വിച്ച്, ഹബ്ബ്, ബ്രിഡ്ജ് ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണല്ലോ. സ്വിച്ച്, ബ്രിഡ്ജ്, റിപ്പീറ്റർ, റൂട്ടർ എല്ലാം നമ്മൾ പറഞ്ഞതാണല്ലേ. അപ്പം നമുക്ക് ഒന്നുകൂടി ഈ ഉപകരണങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ ഒരു ചോദ്യത്തിന് നിങ്ങളൊന്ന് ഉത്തരം കമൻറ്റ് ചെയ്തേക്കുക. ബ്ലൂടൂത്ത് ഏത് തരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ലാൻ, മാൻ, വാൻ, പാൻ. ബ്ലൂടൂത്ത് ഏത് തരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഉത്തരം ഞാൻ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. നമ്മൾ പഠിച്ചതെല്ലാം നമുക്ക് ഓർമ്മയുണ്ടോ എന്നൊന്ന് പെട്ടെന്ന് നോക്കാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഹബ്ബ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു നെറ്റ്വർക്കിൽ പല കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്യുന്നതാണ് അല്ലേ ഹബ്ബ്. ഓക്കെ, സ്വിച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്വിച്ച് ഇട്ടാൽ അതിൻ്റെ ബൾബ് മാത്രം കത്തുന്നു അല്ലേ. അതായത് ഏത് കമ്പ്യൂട്ടറിൽ നിന്ന് അയക്കുന്നോ അത് ഏത് കമ്പ്യൂട്ടറിലേക്ക് അയക്കുന്നോ ആ ഒരു കമ്പ്യൂട്ടറിലേക്ക്, നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറിലേക്കും അയക്കുന്നില്ല, ഏത് കമ്പ്യൂട്ടറിലേക്കാണോ അയക്കുന്നത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രം ഡാറ്റ എത്താൻ വേണ്ടി സഹായിക്കുന്ന ഉപകരണമാണ് സ്വിച്ച്. റിപ്പീറ്റർ എന്താണ്? റിപ്പീറ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ഡാറ്റയെ ശക്തി കൂട്ടുന്ന അല്ലേ, ശക്തി കുറഞ്ഞ സിഗ്നൽസിനെ ശക്തി കൂട്ടാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റിപ്പീറ്റർ. ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗേറ്റ് എന്ന് പറയുമ്പോൾ നെറ്റ് കൊണ്ടുള്ള ഗേറ്റ് അല്ലേ. പല നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് ഗേറ്റ് വേ. ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രിഡ്ജ് അല്ലേ, ലാൻഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. ലാനുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ബ്രിഡ്ജ്. റൂട്ടർ എന്താണ്? റൂട്ട് അല്ലേ, റൂട്ട് നമ്മുടെ വീട്ടിലേക്കുള്ള അഡ്രസ്സ് അല്ലേ. IP അഡ്രസ്സിനെ അടിസ്ഥാനമാക്കി നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു. ഓക്കെ, അടുത്തെന്താണ്? മോഡം എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ടല്ലോ. മോഡുലേറ്റർ ആൻഡ് ഡീമോഡുലേറ്റർ. കമ്പ്യൂട്ടറിലെ ഡിജിറ്റൽ ഡാറ്റയെ അനലോഗ് ഡാറ്റയാക്കി ഇൻ്റർനെറ്റിലേക്ക് കൊടുക്കുന്നു. അതുപോലെ ഇൻ്റർനെറ്റിൽ നിന്നും അനലോഗ് ഡാറ്റയെ ഡിജിറ്റൽ ഡാറ്റയാക്കി കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന ഉപകരണമാണ് മോഡം എന്ന് പറയുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുമാണ് പഠിച്ചത്. ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഇനിയുള്ളത് നമുക്ക് പറയാനുള്ളത് കുറച്ച് ടോപ്പോളജി അതുപോലെ കുറച്ച് പ്രോട്ടോകോൾസൊക്കെയാണ് പറയാനുള്ളത്. നമുക്ക് സെഷൻ്റെ വലുപ്പം നേട്ടാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ഈ ഒരു സെഷൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ കൂടുതൽ ക്ലാസ്സുകൾ ഇതുപോലെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.